നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണ സ്വാമി രാമനാഥൻ, NIR സ്കൂൾ ഓഫ് വിസ്ഡം ചാനൽ. ഈ ചാനലിൽ നമ്മൾ ആത്മീയതയെക്കുറിച്ച്, സ്പിരിച്വാലിറ്റി, കോൺഷ്യസ്നെസ്, എന്താണ് അന്ധവിശ്വാസം, നമ്മുടെ ഈ പാതയിൽ കടക്കുമ്പോൾ എന്തൊക്കെയാണ് തടസ്സങ്ങൾ, എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ചൊരു 175 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ടോക്കാണ്, ഒന്നും പ്രിപ്പയർ ചെയ്ത് സംസാരിച്ചിട്ടുള്ളതല്ല. അപ്പം ഇതിനകത്ത് 700 വീഡിയോസ് വേറെ ഉണ്ട്. ഇതിനകത്ത് ചാനലിൽ ചെന്നിട്ട് വീഡിയോസ് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം നമ്പർ ചെയ്തിട്ടുണ്ട്. പല ടോപ്പിക്കുകൾ, മെഡിറ്റേഷൻ, സൈലൻസ് എന്ന് തുടങ്ങി ആസ്ട്രോളജി, പലതും ഈ ഒരു ഫീൽഡിലുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം എന്ന് പറയുന്ന HP ബ്ലോവസ്കിയുടെ ഒരു ബുക്കാണ്. അതിലിപ്പോൾ 5ാമത്തെ ടോക്കാണ് ഇന്നുള്ളത്. അപ്പം എന്തിനാണ് ഇത് പറയേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത് കേൾക്കേണ്ടതെന്ന് ചോദിച്ചാൽ, എല്ലാവരും ഈ സിദ്ധികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഗുപ്തവിദ്യ എന്ന് പറയുന്നൊരു സാധനം, അത് എന്താണ് പറയുന്നത്, നമ്മളെവിടെ ചെന്നാലും ദൈവങ്ങളല്ലാതെയുള്ള പല രൂപങ്ങളും പല സ്ഥലത്തും ഫോട്ടോകളിൽ നമുക്ക് കാണാം. ചോദിച്ചു കഴിയുമ്പം ഇവർക്കെല്ലാം പല സിദ്ധികളുണ്ടെന്ന്, ആ സിദ്ധിയിൽ ആകർഷിച്ചിട്ടാണ് ഈ ഫോട്ടോകൾ വെച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ പലപ്പോഴും അതിനപ്പുറം അവർ കണ്ടെത്തിയത് എന്താണെന്നോ അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്ന ആ ഒരു ലെവലിലേക്കുള്ള ചർച്ചകളൊന്നും പലപ്പോഴും ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ യൂട്യൂബിലെടുത്താൽ മലയാളത്തിൽ അങ്ങനെയുള്ള പ്രഭാഷണം ഞാൻ നോക്കിയിട്ട് പല ഗ്രന്ഥങ്ങളും പലതിലൂടെയും പറഞ്ഞത് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ടോക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രയും ബുക്കുകൾ റെഫർ ചെയ്തിട്ടുള്ള ടോക്ക്, മറ്റേതൊക്കെ കമേഴ്ഷ്യലായിട്ട് വേദികളിൽ, അമ്പലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് സംസാരിക്കുന്നതാണ്. അല്ലാതെ സംസാരിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഇനി കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ചില മേഖലകളിൽ എന്താണ് പറയുന്നത്, ചർച്ചകൾ വളരെ കുറവാണ്. ഉദാഹരണത്തിന് സിദ്ധികളെക്കുറിച്ച് എത്ര മലയാളത്തിൽ ചർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് ഈ ബുക്ക് കഴിഞ്ഞ ദിവസം 8ാമത്തെ പേജാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അതിൽ നമ്മൾ പറഞ്ഞു, ബിഫോർ ദ ടീച്ചർ ഷാൽ ഇമ്പാർട്ട് ടു ദ ഡിസൈപ്പിൾ the holy words of Lamrin, and shall permit him to make ready for Dubji, thou shalt take care his mind is thoroughly purified, at peace with all, especially with his other selves. Otherwise the words of wisdom and of the good law shall scatter and be picked up by the winds. ഇതാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിൽ ലാമർ എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ബ്രാക്കറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Lamrin is a work of practical instruction by Tison Kappa in 2 portions, one for eclectical and esoteric purposes, the other for esoteric use. To make ready for Dabjit is to prepare the vessels used for seership, such as mirror and crystals. The other selves refers to the fellow students. Unless the greatest harmony reigns among the learners, no success is possible. It is the teacher who makes the selections according to the magnetic and electric nature of the students, bringing together and adjusting most carefully the positive and negative elements. അപ്പം ആ ലാമറിൻ എന്താണെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറയുന്നത്, ലാമറിൻ ഇസ് എ വർക്ക്. ഇത് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വേണമെങ്കിൽ ഈ ഓരോ പേജുകളിലൂടെയും പോയാൽ മാത്രമേ നമുക്ക് അടുത്തത് മനസ്സിലാവൂ. ഇടയ്ക്കൊരു ടോക്ക് കേട്ടാൽ മനസ്സിലാവാതിരിക്കത്തൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു കണ്ടിന്യൂറ്റി വേണമെങ്കിൽ മൊത്തം കേൾക്കുക. ഇതിലെന്താ പറയുന്നത്, ലാമറിൻ ഇസ് എ വർക്ക് ഓഫ് പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻ by Tison Kappa in 2 portions.
അതൊരു പക്ഷേ ഒരു അതോറിറ്റി ആയിരിക്കാം. അത് നമ്മൾ റെഫർ ചെയ്യേണ്ടതാണ്. ഈ ബുക്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്താണെന്ന്. ഇൻ 2 പോർഷൻസ്, 2 പോർഷൻസിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്താ? 1 ഫോർ എസ്തെറ്റിക്കൽ ആൻഡ് ഈസോട്ടിക് പേർപ്പസ്. ഈ ഒക്കൾട്ടിസം, ഈസോട്ടിക്, സിദ്ധി, ഇത് മാറി മാറി യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. ദ അതർ ഫോർ ഈസോട്ടിക് യൂസ്. ടു മേക്ക് റെഡി ഫോർ ഡുബ്ജറ്റ്, ഇത് റെഡി ആക്കുന്നതിന്. വെസൽ, ടു പ്രിപ്പയർ ദ വെസൽസ് യൂസ്ഡ് ഫോർ സിയർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നതല്ല, ആ ശരീരത്തിലെ കണ്ടൻറ്റുകളെയാണ് ഇവർ വെസൽ എന്ന് യൂസ് ചെയ്യുന്നത്. അതിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യുക. ഒരു ഡിസൈപ്പിളിന്, ഒരു സ്റ്റുഡൻറ്റിനെ ടീച്ചറിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ടീച്ചറായിട്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സച്ച് എസ് മിറർ ആൻഡ് ക്രിസ്റ്റൽസ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാർഗത്തിലേക്ക് കടക്കുമ്പം ഓൺലൈനിൽ കയറി നോക്കിയാൽ അറിയാം, പലരും ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാറുണ്ട്, മിറർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതെല്ലാം ഈ ഒക്കൾട്ടിസത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇതിലേത് യൂസ് ചെയ്യണം, ഏതാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? എല്ലാവർക്കും ഒരേ ക്രിസ്റ്റൽ അല്ല, എല്ലാവർക്കും ഒരേ ഇതല്ല. കാര്യം പാത്രം അനുസരിച്ച് വിളമ്പുക എന്ന് പറയുന്നതനുസരിച്ച് ഓരോരുത്തരുടെയും എനർജി ലെവൽ എത്ര ഹൈക്ക് ചെയ്യണം, എത്ര നെഗറ്റീവാണ്, അതെങ്ങനെ പോസിറ്റീവ് ആക്കണം എന്നുള്ളത് മാസ്റ്ററാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞിരുന്നു, മാസ്റ്റർ 2 ലെവലിലാണ്. ഒന്നുകിൽ നമ്മുടെ ഇൻഡ്യൂട്ടീവ് പവറാണ്, അകത്തുനിന്ന് തന്നെയാണ്, മാസ്റ്റർ പുറത്തല്ല. എന്നാൽ മാസ്റ്റർ ഡയറക്റ്റ് കണ്ട് മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ തിയോസഫിക്കൽ സൊസൈറ്റിയിലുണ്ട്. 68ഓളം ആൾക്കാർ മാസ്റ്റേഴ്സിനെ ഡയറക്റ്റ് കണ്ടവർ ഉണ്ട്. ദി അതർ സെൽസ് റെഫേഴ്സ് ടു ദി ഫെല്ലോ സ്റ്റുഡൻസ്. അപ്പോൾ ഈ അതർ സെൽസ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതർ സെൽസ് എന്നുള്ളത് നമ്മളിലെ പല തലമല്ല, ഫെല്ലോ സ്റ്റുഡൻസ് ആണ്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ആ സ്റ്റുഡൻസ് ആണ്. അൺലെസ് ദ ഗ്രേറ്റസ്റ്റ് ഹാർമണി റെയിൻസ് എമംഗ് ദ ലേണേഴ്സ്. ഗ്രേറ്റസ്റ്റ് ഹാർമണി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ഇത് പഠിക്കുകയാണെങ്കിൽ അവർ തങ്ങളിൽ ഒരു ഒത്തൊരുമ വേണം. ദ ഗ്രേറ്റസ്റ്റ് ഹാർമണി റെയിൻസ്. നമ്മൾ ഒരുമിച്ചെന്ന് ഉദ്ദേശിക്കുമ്പം നമ്മൾ വിചാരിക്കും നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു സ്ഥലത്തിരുന്ന് കുറച്ച് ആൾക്കാർ ഒരുമിച്ച് പഠിക്കുക എന്നല്ല. ഈ ഒരു ശാസ്ത്രത്തിൽ നമ്മൾ ടൈം ആൻഡ് സ്പേസ് ഇല്ല. ലോകത്ത് എവിടെ നിന്നും നമ്മൾ പഠിച്ചാലും അതേ സമയത്ത് ഫെല്ലോ സ്റ്റുഡൻസ് ഇത് പഠിക്കുന്നുണ്ട്, ലോകത്ത് മറ്റൊരു ഭാഗത്തുനിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ആ തലങ്ങളിൽ വേണം അതിനെ കാണാൻ. അൺലെസ് ദ ഗ്രേറ്റസ്റ്റ് ഹാർമണി റെയിൻസ് എമംഗ്സ് ദ ലേണേഴ്സ് നോ സക്സസ് ഇസ് പോസിബിൾ. സക്സസ് ഒരിക്കലും കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ ഹാർമണി വേണം. ഇനി ഇറ്റ് ഈസ് ദ ടീച്ചർ ഹൂ മേക്സ് ദ സെലക്ഷൻ അക്കോർഡിംഗ് ടു ദ മാഗ്നറ്റിക്. നേരത്തെ പറഞ്ഞ മിററിൻ്റെ യൂസേജ്, പിന്നെ അല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ യൂസേജ്, ഇതെല്ലാം ടീച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു 10 ഡിസൈപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 10 ഡിസൈപ്പിളിലും കൊടുക്കുന്ന ഒരേ ക്രിസ്റ്റൽ ആയിരിക്കത്തില്ല, ഒരേ നിർദ്ദേശമായിരിക്കത്തില്ല. അത് നമ്മൾ അങ്ങനെ കാണണ്ട. നമ്മുടെ വീട്ടിൽ 10 അംഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ 10 അംഗങ്ങൾ ഒരേ ഭക്ഷണമാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ ഭക്ഷണമാണോ കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒരേ ഭക്ഷണമല്ല കഴിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഒരേ ഭക്ഷണമാണോ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ആണ്. ഒരു വീട്ടിൽ സാധാരണ ആരാ പാചകം ചെയ്യുന്നത്? ഒരാളായിരിക്കും. ഒന്നുകിൽ ആ വീട്ടിലൊരു അംഗമായിരിക്കും, അല്ലെങ്കിൽ സെർവൻ്റ് ആയിരിക്കും. ഇവർ ഓരോരുത്തർക്കും ആഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. പക്ഷേ അങ്ങനെയുള്ള വീടുകളുണ്ട്. അറിയാം, ചില അംഗങ്ങൾക്കൊരു പ്രത്യേക തരം ആഹാരം ഉണ്ട്. അപ്പം ഞാനീ പറയാൻ വരുന്നത് ഈ ഒക്കൾട്ടിസത്തിൽ മാത്രമല്ല, നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്താലും അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ ഭക്ഷണം അനുയോജ്യമായിരിക്കും, അനുയോജ്യമല്ലാതിരിക്കും. ഇത് നമ്മളാണ് തിരിച്ചറിയേണ്ടത്. ഇപ്പം നമ്മളിത് തിരിച്ചറിയണം. അല്ലാതെ ഇപ്പോൾ ജെയിൻ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഭൂമിക്ക് താഴെയുള്ള ഉള്ളി, വെളുത്തുള്ളി, അങ്ങനെയുള്ള ഒരു സാധനവും ഭൂമിക്ക് താഴെയുള്ള ഒന്നും അവർ കഴിക്കത്തില്ല. അത് സ്പിരിച്വൽ എലിവേഷന് നല്ലതാണെന്ന് ഒത്തിരി റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ലതാണെന്ന് റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ആ ഭക്ഷണം ഉപേക്ഷിച്ച് കഴിച്ചിട്ട് നമ്മൾ നോക്കണം എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ്. നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് ഫാക്ടർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണം.
അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ഭക്ഷണക്രമമുണ്ട്. ഇനി ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആയുർവേദത്തിൽ എന്താ പറയുന്നത്? ആയുർവേദത്തിൽ എന്താ പറയുന്നത്? വ്യക്തമായി പറയുന്നില്ലേ, നമ്മൾ എന്ത് തരം ഭക്ഷണം കഴിക്കണം. ശരീരത്തിന് കഫം, പിത്തം, വാതം എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കഫം, പിത്തം, വാദത്തിലുള്ളവർ കഴിക്കേണ്ടത് ഒരേ ഭക്ഷണമാണോ? അല്ല. അറിയാം, നമുക്കറിയാം. പക്ഷേ നമ്മുടെ ബോഡി ടൈപ്പ് കഫമാണോ വാദമാണോ പിത്തമാണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുയോജ്യമായ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തു പറ്റും? നമുക്ക് ഡിസീസ് ഉണ്ടാവും, അസുഖമുണ്ടാവും. അസുഖം ഉണ്ടാവാൻ കാരണം ആരാണ്? നമ്മളാണ്. നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്. ഏതാണ്? പര, അപര, ജ്ഞാനം, അജ്ഞാനം, റിയൽ, അൺറിയൽ, ദോസ് ഹു നോ, ദോസ് ഹു ഡു നോട്ട് നോ. അറിവുള്ളവൻ, അറിവില്ലാത്തത്. അപ്പം അറിവിൽ കടക്കുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കും, ഭക്ഷണം ശ്രദ്ധിക്കും. അപ്പോൾ ആയുർവേദത്തിൽ പറയുന്നത് നോക്കി ഇനി ആയുർവേദത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഋതുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ കാലത്തെയും ഋതു അനുസരിച്ച്, ഉഷ്ണകാലത്ത് അല്ലെങ്കിൽ സമ്മറിൽ യൂസ് ചെയ്യേണ്ടതല്ല വിൻ്ററിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഓരോ ഋതുവിലും യൂസ് ചെയ്യേണ്ട ഭക്ഷണം പറയുന്നുണ്ട്. അത് നമ്മൾ പാലിക്കുന്നുണ്ടോ? പാലിക്കുന്നുണ്ടെങ്കിൽ നല്ലത്. പാലിക്കുന്നില്ലെങ്കിൽ നമുക്ക് അസുഖം വരും. അതുമുണ്ട്. ഇനി അടുത്തത് എത്ര തവണ ഭക്ഷണം കഴിക്കണം ഒരു ദിവസം? 3 നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗിയാണ്. അപ്പം നമ്മൾ 4 നേരം ഭക്ഷണം കഴിക്കുന്നത് നമ്മളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുണ്ടോ? 2 നേരം ഭക്ഷണം കഴിച്ചാൽ ഭോഗി, 1 നേരം ഭക്ഷണം കഴിച്ചാൽ യോഗി. അപ്പോൾ 1 നേരം ഭക്ഷണം കഴിച്ചാൽ മതിയോ? അത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം, സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്ത് നോക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും 27% എനർജിയെ കിട്ടുന്നുള്ളൂ. ഭക്ഷണം അത്യാവശ്യമുള്ള ഒരു കാര്യവും അല്ല. ഇതെങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും? ചെറിയ ലെവൽ. അതാണ് ഈ പല മതങ്ങളിലും പല ആചാരങ്ങളിലും വ്രതം എടുക്കാൻ പറയുന്നത്. എന്തിനാണ് ഈ വ്രതം എടുക്കുന്നത്? കാര്യം നമുക്ക് ഭക്ഷണത്തോടൊരാസക്തിയുണ്ട്, നമുക്കൊരാക്രാന്തമുണ്ട്. ഈ കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം ഭക്ഷണത്തിനോടുണ്ട്. നമുക്ക് ഭക്ഷണത്തോടുണ്ട്. ഒരാൾക്ക് ദേഷ്യം വന്നാൽ അയാൾ കൂടുതൽ ഭക്ഷണം കഴിക്കും. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒക്കൾട്ടിസത്തിൽ വരണമെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അഡ്വക്കേറ്റ് മാസ്റ്റർ അതാണ് തുടക്കക്കാർക്ക് പറഞ്ഞിട്ടുള്ള ബുക്ക്, ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ. ഇത് ആരും കേട്ടിട്ടില്ലെങ്കിൽ ഓൺലൈനിൽ ഫ്രീ ഇതുണ്ട്, കേൾക്കുക. അതിലെന്താ പറയുന്നത്? ദ ബോഡി ഈസ് ദ ഹോഴ്സ് ഇൻ വിച്ച് യു റൈഡ്. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ കുതിര. നിങ്ങൾ സഞ്ചരിക്കുന്ന കുതിര നിങ്ങളുടെ ശരീരമാണ്. ഫീഡ് ഇറ്റ് വിത്ത് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. നല്ല ആഹാരവും നല്ല പാനീയവും നിങ്ങളതിന് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഒരിക്കലും നല്ല പാനീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി എന്താണ് നമ്മൾ കഴിക്കേണ്ടത്? ഇതൊക്കെ എല്ലാ പുസ്തകത്തിലും ഉണ്ട്. എല്ലാ മതത്തിലും നോൺ വെജിറ്റേറിയൻ ഭക്ഷിക്കുന്ന മതത്തിലും കുറേ കാലം വെജിറ്റേറിയൻ ആയിരിക്കാൻ പറയുന്നുണ്ട്. എല്ലാ മതത്തിലും ഫാസ്റ്റിംഗ് പറയുന്നുണ്ട്. ഇതൊക്കെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇന്ന് യൂട്യൂബിൽ കിടന്നടിക്കുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നോബൽ പ്രൈസ് കിട്ടിയ സാധനമാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു ഭക്ഷണം കഴിച്ചും അടുത്ത ഭക്ഷണത്തിൻ്റെ ഗ്യാപ്പ് 12 തൊട്ട് 17 മണിക്കൂർ. 17 മണിക്കൂറാണെങ്കിൽ വളരെ നല്ലത്, 12 ആണെങ്കിലും നല്ലത്. ആർക്ക് വേണമെങ്കിലും ചെയ്തൂടെ? എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയത? അതിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഭക്ഷണം 15 മണിക്കൂർ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് എനർജി വേണം. എനർജി എവിടെ നിന്ന് എടുക്കും? നമ്മുടെ സെല്ലിൽ നിന്ന് എടുക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ എടുത്തു കഴിയുമ്പം
അവിടെ ടോക്സിൻസ് ഫോം ചെയ്യത്തില്ല, പല മാരക അസുഖങ്ങളും വരത്തില്ല. ഇതിനാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇല്ല, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അത് ഞാൻ ചെയ്യത്തില്ല, വേണ്ട, ആരും നിർബന്ധിക്കുന്നില്ല. ഇത് ലൈഫിൽ ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ്, ലൈഫിലൊരു മാറ്റം വേണമെന്നുള്ളവർക്കാണ് ഈ ഒക്കൾട്ടിസം. സാധാരണക്കാർക്കുള്ളതല്ല. സാധാരണക്കാർക്ക് കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം കഴിക്കുക. എവിടെ പറയുന്നു? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഏതാ? പലതരം ആൾക്കാരുണ്ട്, സ്വഭാവം തന്നെ പലതരമുണ്ട്. രജസ്ക്ക്, താമസിക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സാത്വികാണോ? ഒക്കൾട്ടിസം സാത്വികാണ്. സാത്വികാണെങ്കിൽ അതനുസരിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. ഇല്ല, ഞാനത് കഴിക്കത്തില്ലെങ്കിൽ നിങ്ങൾക്ക് താമസിക്കും, രാജസിക്കും ആയിരിക്കും. നിങ്ങൾക്ക് ദേഷ്യം വരും, ഒരാളെ അടിക്കണമെന്ന് തോന്നും, ഒരാളെ കൊല്ലണമെന്ന് തോന്നും. എന്നിട്ട് നമ്മൾ പറയും അത് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, നീ ആരെയും കൊല്ലുന്നില്ല എന്നൊക്കെ ഉള്ളത്. ഇത് വെറുതെ വാദിക്കാനും തർക്കിക്കാനും ഉള്ളവർക്കുള്ളതല്ല. ഇത് സൂക്ഷ്മമായി പഠിക്കാനും ജീവിതത്തിൽ പാലിക്കാനുള്ളതാണ്. നമ്മൾ സ്കൂളിൽ ചെന്നിരുന്നപ്പം നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നു പഠിക്കാൻ. ഇഷ്ടമുള്ളവരുണ്ട്. സാറിൻ്റെ അടി മേടിച്ചിട്ടല്ലേ പഠിച്ചത്, വീട്ടുകാരുടെ അടി മേടിച്ചിട്ടല്ലേ നമ്മൾ നേരായ വഴിക്ക് വന്നത്. അങ്ങനെയല്ലേ? അപ്പം ഒക്കൾട്ടിസത്തിലൊരു മാസ്റ്ററുണ്ട്, സ്പിരിച്വാലിറ്റിയിലും മാസ്റ്ററുണ്ട്. അപ്പോൾ ഈ ഒരു അക്ഷരവും പഠിക്കാതെ ചുമ്മാ വായി തോന്നുന്ന കുറേ പുസ്തകങ്ങളും വായിച്ചിട്ട്, ഏതൊരു പുസ്തകം, ഇപ്പം ഞാൻ റെഫർ ചെയ്യുന്ന ഈ പുസ്തകവും വേസ്റ്റാണ്. ഏതൊരു കാര്യവും അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ പ്രിഫേസിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ലൈക്ക് ഹാവിങ് ദ ഫുഡ് ബിഫോർ യു ആൻഡ് നോട്ട് ടേക്കിംഗ് ഇറ്റ്. നിങ്ങളുടെ ഫ്രണ്ടിൽ ഇതിങ്ങനെ വിളമ്പി വെച്ചേക്കുകയാണ്, ഈ ആത്മീയതയും ഒക്കൾട്ടിസവും എല്ലാ സാധനവും. അതെടുത്ത് ഉപയോഗിക്കാതിരുന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ചില ആൾക്കാരെ കണ്ടിട്ടില്ല, ഇഷ്ടം പോലെ പൈസയുണ്ട്, എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന കണക്കാണ്. ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനുള്ള ആക്രാന്തമുണ്ട്, പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, അസുഖമുണ്ട് എന്ന് പറയുന്ന കണക്ക് രാവിലെ എണീറ്റ് ഈ ചായയും കാപ്പിയും എടുത്ത് വെച്ച് കുടിക്കുകയാണ്. ഇതാര് പറഞ്ഞു കുടിക്കാൻ? എവിടെ പറഞ്ഞു? ഏത് ആയുർവേദത്തിൽ പറഞ്ഞു? എവിടെ പറയുന്നു? ഹോമിയോയിൽ ചെന്ന് കുടിക്കരുത് എന്ന് പറയാം, പിന്നെ ആ പേഷ്യൻ്റ് ആ പരിസരത്ത് വരത്തില്ല. ഇതാര് പറഞ്ഞിട്ടുണ്ട്? ജിദ്ദു കൃഷ്ണമൂർത്തി, അങ്ങേരാരാ പറയാൻ എന്ന് തർക്കിക്കും. ഈ ഫീൽഡിൽ ജിദ്ദു കൃഷ്ണമൂർത്തി, രമണ മഹർഷിയൊക്കെ ഇതിൻ്റെ അതോറിറ്റി തന്നെയാണ്. അപ്പം ആ ജിദ്ദു കൃഷ്ണമൂർത്തി ഈ പാതയെ കടക്കാൻ തലകുത്തനെ ഇരുന്നിട്ടാണ് കടന്നത്, വെറുതെ ഒന്നുമല്ല. നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് മാത്രമേ ജിദ്ദു കൃഷ്ണമൂർത്തി എഴുതിയിട്ടുള്ളൂ. അത് പുള്ളിയുടെ ഡയറിയിൽ നിന്ന് എടുത്തതാണ്. ബാക്കിയെല്ലാം ഞാൻ ഉൾപ്പെടെ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് പറയുന്നതാണ്. ഈ ബുക്കുകളെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ എഴുതിയതാണ്, സത്യമാണോ അല്ലയോ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ആ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട്, ചായയും കോഫിയും ഞാൻ ഉപേക്ഷിച്ചു. എന്തിന്? ഇത് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ പ്രഭാഷണങ്ങളിൽ നിന്ന് എടുത്താണ്, ബുക്കിൽ നിന്നല്ല. അതും ജിദ്ദു കൃഷ്ണമൂർത്തി ഒരു പ്രത്യേക വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അത് നമ്മൾ എടുക്കണം എന്നല്ല. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ റിസർച്ച് നടത്തി. എന്താണ് റിസർച്ച്? സെർച്ചും കഴിഞ്ഞ് പിന്നെ റീസേർച്ചാണ്. അതാണ് ഗവേഷണം. അല്ലാതെ യൂണിവേഴ്സിറ്റിയിലെ PhD എടുക്കുന്നതുകൊണ്ടല്ല. ആ PhD എടുത്താൽ അതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനം കിട്ടുമായിരിക്കാം, ആരെങ്കിലും എടുത്ത് വായിക്കുന്നവർക്ക്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു ഇന്നർ ജേണിയാണ്. നിസ്സാരമായി ചായയും കാപ്പിയും ഉപേക്ഷിക്കണം. ജിദ്ദു കൃഷ്ണമൂർത്തി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, വെസ്റ്റേണേഴ്സ് ഈ ആൽക്കഹോൾ, മദ്യം, ലഹരി ഉപേക്ഷിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ മറുപടി എന്താ അറിയാം? ഞാൻ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചായയും കോഫിയും ഉപേക്ഷിച്ചിട്ട് വരൂ, ഞാൻ അതിനുള്ള ഉത്തരം പറയാം. എന്താണ് കാര്യം പറയുന്നുണ്ട്. എന്താണ് കാര്യം? നമുക്ക് തന്നെ അനലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ബ്രെയിനിനെ ബാധിക്കും, നിങ്ങളുടെ ഫ്രീ തോട്ടിനെ ഇത് ബാധിക്കും. ഏതൊരു ലഹരി എടുത്താലും അത് നമ്മളെ ബാധിക്കും. ഇപ്പോൾ ചായയും കോഫിയും ലഹരിയാണോ എന്ന് ചോദിച്ചാൽ, ഈ ആൽക്കഹോളും ഡ്രഗ്സും യൂസ് ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടില്ലാത്തവർ ഇത് ഉപയോഗിക്കുന്നവരെ ഒബ്സർവ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും
ഒരു പ്രത്യേക സമയത്ത് ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ മൈൻഡ് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ചായയും കോഫിയും പർട്ടിക്കുലർ ഒരു സമയത്ത് കുടിക്കുന്ന ഒരാൾക്ക് ചായയും കോഫിയും കിട്ടിയില്ലെങ്കിൽ അയാളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി. ഇനി നമ്മൾ ചായയും കോഫിയും കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 7 ദിവസത്തേക്ക് കുടിക്കാതിരുന്ന് നോക്കി, ആദ്യത്തെ ദിവസം പാടാണ്. അപ്പം എന്താണ് ഇത്? ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് പോലെ നമുക്കൊരു ഇമ്പൾസ് ബ്രെയിനിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഓട്ടോ പൈലറ്റിൽ മൂവ് ചെയ്യാണ്. ഇതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് നമ്മൾ നോക്കി അറിയാം. കോഫിയുടെ കാഫിനാണ്. കാഫിൻ ഇസ് ഡേഞ്ചറസ്. പല അസുഖങ്ങളും കാഫിനിൽ നിന്ന് വരും. ടീ, അതും ബ്രെയിൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇനി ആയുർവേദിക് ടീ ഉണ്ടെന്നൊക്കെ ഇവർ പറയും. കണ്ടൻറ് എന്താണ്? ഇനി ചായ എങ്ങനെയാണ്? കെമിക്കൽ പ്രോസസ്സിലൂടെയാണ്, കണ്ടാങ്കർ സാധനങ്ങളാണ്. അപ്പോൾ പറയാം ആയുർവേദമുണ്ട്, ഓർഗാനിക് ഉണ്ട്. ഓർഗാനിക് ഉണ്ടെങ്കിലും ടീ ബ്രെയിൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പം വിഷത്തിൽ ഏതാണ് നല്ലതെന്ന് ചോദിക്കുന്ന കണക്കായിപ്പോയി. അതിൽ രമണ മഹർഷി എടുത്ത് ചോദിക്കുന്ന കണക്കാണ്, ഏതാ പുസ്തകമാണോ നല്ലത്, അല്ലെ പ്രഭാഷണമാണോ, ഇത് കേൾക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. രമണ മഹർഷി പറയുന്നു, ഈ രമണ മഹർഷി കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും രമണ മഹർഷിയുടെ പല ഡയലോഗുകളും പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കരുത്. അത് രമണ മഹർഷി ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയോട് പറഞ്ഞതാണ്. ഗണപതി പ്രാർത്ഥിക്കാമെന്ന് ഒരാൾ ചോദിക്കും, ആ പ്രാർത്ഥിക്കാം എന്നാൽ ആ വ്യക്തിയോട് പറഞ്ഞതാണ്, അല്ല നമ്മളോട് പറഞ്ഞതല്ല. നമ്മൾ എടുക്കേണ്ടത് രമണ മഹർഷിയുടെ ഹുവാമ എന്ന് പറയുന്ന 28 ചോദ്യം അടങ്ങിയൊരു കണ്ടന്റ്. ഇത് മാത്രമേ നമ്മൾ എടുക്കാവൂ. കാര്യം അതും വാക്കുകൊണ്ട് പറഞ്ഞതല്ല. രമണ മഹർഷി കാണാൻ ചെല്ലുകയും രമണ മഹർഷി ആംഗ്യ ഭാഷയിൽ പറയുകയായിരുന്നു. പിന്നെ അത് രമണ മഹർഷി കറക്റ്റ് ചെയ്ത് കൊടുത്ത സാധനമാണ്. ബാക്കിയൊക്കെ പ്രഭാഷണത്തിൽ പറയുന്നതാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈസോട്ടിക് ഒക്കൾട്ടുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രകൃതി ആ ശബ്ദം പുറപ്പെടുവിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നും ആക്സിഡൻ്റലല്ല. ഒരാൾ സംസാരിക്കുന്നതും ഒരാൾ കേൾക്കുന്നതും ആക്സിഡൻ്റല്ല. അയാൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് പ്രോഗ്രസ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്കൊരു ബുക്ക് വായിക്കാൻ പറ്റും. ഇനി അത് വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വിചാരിച്ചാൽ നടക്കത്തില്ല. ആ വ്യക്തിക്ക് അതിനുള്ള യോഗമുണ്ടെങ്കിൽ അത് വന്നിരിക്കും. വീട്ടിൽ ഭക്ഷണം, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കുമ്പോൾ പൊതിഞ്ഞു വരുന്ന പേപ്പർ, ആ പേപ്പറിൽ നമുക്കുള്ള സന്ദേശം കാണും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോട്ട് ഒബ്സർവ് ചെയ്തോളൂ. നമുക്ക് ചുറ്റും ഇതുണ്ട്. ഒക്കൾട്ടിസം എനിക്ക് അറിയണമെന്ന് വിചാരിച്ചാൽ വായിക്കുന്ന വനിത, മഹിളാരത്നം, മനോരമ, മാതൃഭൂമി, ഇനി ഏത് റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, ഏത് ചാനൽ, യൂട്യൂബ് ഏതും എടുത്ത് നോക്കിക്കോളൂ. ഇനി ഒരു സിനിമാ പാട്ട് എടുത്ത് നോക്കിക്കോളൂ, അതിനകത്തും ഒക്കൾട്ടുണ്ട്. ദിവ്യം, അനക്ഷരം, ജന്മജന്മാന്തരം, ഇതെല്ലാം ഒക്കൾട്ടല്ലേ? പാസ്റ്റ് ലൈഫല്ലേ? ഇതെല്ലാം എല്ലാത്തിലും ഉണ്ട്. ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ ബുക്ക് എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടണം, അങ്ങനെ നമ്മൾ എന്താണ് പറയുന്നത്, വാശി പിടിക്കരുത്. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം വ്യക്തികളോടും പാടില്ല, പുസ്തകങ്ങളോടും പാടില്ല. അപ്പം ഇത് നിസ്സാരമായ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മളൊരു മാറ്റം, ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കൂ. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ 10 സ്റ്റെപ്പ് തുറന്നു വരും. അതങ്ങനെയാണ്. കാര്യം എന്താ? നമുക്ക് നമ്മളിൽ വിശ്വാസം വരുന്നത് എപ്പോഴാണ് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിച്ചു, ഒരു കാര്യത്തെക്കുറിച്ച് നിസ്സാര കാര്യം, വെള്ളത്തിൻ്റെ പുറത്ത് നമുക്ക് ഫ്ലോട്ട് ചെയ്യാൻ പറ്റുമോ? കൊച്ചിലെ നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു സൂചി എടുത്ത് ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ബ്ലോട്ടിംഗ് പേപ്പർ പതുക്കെ മുക്കിക്കളയും. സൂചി ആ വെള്ളത്തിന് മേളിൽ നിൽക്കും. ഇത് ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. വെറുതെ സൂചി എടുത്തുകൊണ്ട് വെള്ളത്തിന് മേളിൽ വെച്ചാൽ നിൽക്കുമോ? ഇല്ല. ഇത് ഒക്കൾട്ടിസമാണോ? ഇത് സിദ്ധിയാണോ? ഇത് സിദ്ധിയല്ല, ഇത് മാജിക്കാണോ? മാജിക്കാണോ എന്ന് വെച്ചാൽ ആർക്കാ മാജിക്ക്? ഈ അറിവില്ലാത്തവന് മാജിക്കാണ്. ഇതാണ് കൺകെട്ട് വിദ്യ. ഇതാണ് മാജിക്കും ഒക്കൾട്ടിസവും തമ്മിലുള്ള വ്യത്യാസം.
അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചുറ്റുമുള്ളവർ അവർ ഒബ്സേർവ് ചെയ്യും, ഒബ്സേർവ് ചെയ്യും. അപ്പോൾ ഇത് പലതും നമ്മൾ പേഴ്സണലി ഇപ്പം ചട്ടമ്പി സ്വാമികളെ നേരിട്ട് കണ്ട 3rd ജനറേഷനിലുള്ള ഒരു ആളെ എനിക്കറിയാം. അവർക്ക് 85 വയസ്സായി. അവരുടെ അച്ഛനാണ് കണ്ടിട്ടുള്ളത്. അപ്പം നേരിട്ട് കണ്ട കാര്യമാണ്. അപ്പം ഈ ഉറുമ്പിനോടും ഇതിനോടുമൊക്കെ സംസാരിക്കുന്നു. അവർ തങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മനുഷ്യരുടെ കാര്യത്തിൽ മീഡിയേഷന് പോകുന്ന പോലെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ യുദ്ധം നടക്കാതിരിക്കാൻ പോയി മീഡിയേഷന് പോയി. അവസാനം ഒരു രാജ്യം ചോദിച്ചു, ഒരു നഗരം ചോദിച്ചു, ഒരു ഗ്രാമം ചോദിച്ചു, ചെറിയ സ്ഥലം ചോദിച്ചു, ഒന്നും കൊടുത്തില്ല. അങ്ങനെയാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേറൊരു കാര്യം. നടക്കാനുള്ളത് നടക്കുമെന്ന് പറയുന്നതിൻ്റെ വാസ്തവമാണ്. അപ്പോൾ ഈ ചട്ടമ്പി സ്വാമികൾ ഇത് നേരിട്ട് ചെയ്തത് കണ്ടിട്ടുണ്ട്. പുസ്തകത്തിലുള്ളതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ചട്ടമ്പി സ്വാമികളെ ശ്രീനാരായണ ഗുരുവൊക്കെ ഈ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നവർ തന്നെ ഇവരുടെ 3ാം തലമുറക്കാർ ജീവിച്ചിരിപ്പുണ്ട്. ഞാനും 3ാം തലമുറക്കാരാണ്. കാര്യം നമുക്കുള്ള പൂർവികർ നമ്മുടെ വീട്ടിലും ഇവരെ കണ്ടിട്ടുള്ളതും ഇവരുമായിട്ടുള്ള സംഭാഷണവും ഇവരുമായിട്ട് ചേർന്ന് പല കാര്യങ്ങളും ചെയ്തതും ഒക്കെ റെക്കോർഡിക്കലാണ്. അതല്ലാതെ ബാക്കി വിശ്വസിക്കരുത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കല്യാണത്തിനെക്കുറിച്ച് പലതും പറയും. ഇതൊന്നും വിശ്വസിക്കരുത്. ഇവരുടെ ഈ തലമുറക്കാർ ജീവിച്ചിരിപ്പുണ്ട്. അവർ പറയുന്നതാണ് വാസ്തവം. അപ്പോൾ അതിനെന്താ, നമ്മൾ ഫീൽഡിൽ ഇറങ്ങേണ്ടി വരും, വായിക്കേണ്ടി വരും, റിസർച്ച് നടത്തേണ്ടി വരും, ഇൻ്റർവ്യൂ നടത്തേണ്ടി വരും. അങ്ങനെ വിശ്വസിക്കാവൂ. ഇനി ഒരു ഇൻ്റർവ്യൂ നടത്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സൂചി വെള്ളത്തിന് മുകളിൽ എങ്ങനെ നിന്നു? അത് സയൻസ് അല്ലേ? അതിനകത്ത് എന്തോ കൾട്ടിസം. ഇനി നമുക്ക് ആ സൂചി പോലെ വെള്ളത്തിന് മേളിൽ ഫ്ലോട്ട് ചെയ്യാൻ പറ്റുമോ? ഈ വെള്ളത്തിന് മേളിൽ കൂടെ നടക്കുന്നൊരു ഉദാഹരണം സ്ഥിരം പറഞ്ഞു കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞതാണോ എന്ന് അറിഞ്ഞുകൂടാ. ആൾക്കാർ പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ആ ഉദാഹരണം എങ്ങനെയാണ്? ശ്രീനാരായണ ഗുരു ഒരു കരയ്ക്ക് നിന്നും ഒരാൾ വെള്ളത്തിന് മേളിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിരുന്നു. അപ്പോൾ ആളുടെ ചോദിച്ച് പറഞ്ഞ അയാൾ വർഷങ്ങളായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ നടന്നു പോയത്. അപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞത് 5 വയസ്സെടുത്താൽ നമുക്ക് ഇതിൽ കൂടെ നടന്നു പോയിക്കൂടെ, തോണി കൂടെ പോയിക്കൂടെ, എന്തിനാ നിങ്ങൾ മെനക്കെട്ടതെന്ന് ചോദിച്ചെന്ന് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സാക്ഷാൽ ശ്രീനാരായണ ഗുരു എത്ര വർഷം മെനക്കെട്ടാണ് ഈ സിദ്ധികൾ അക്യൂർ ചെയ്തത്. അപ്പോൾ അത് അനാവശ്യമായി പോയെന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമ്മൾ ഓരോരുത്തരും അനലൈസ് ചെയ്യണം. അത് അവരുടെ പാട് നമ്മൾ അറിയേണ്ട കാര്യമില്ല. മുമ്പേ പോയവർക്ക് സംഭവിച്ച നല്ലതും അബദ്ധവും ഉണ്ടെങ്കിൽ നമ്മൾ നല്ലതെടുത്ത് മുമ്പോട്ട് പോവുക. അല്ലാതെ ആരും ഇവിടെ അതോറിറ്റി അല്ല, ഒരാളും അതോറിറ്റി അല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഒരു ചട്ടമ്പി സ്വാമികളെ കണ്ട് പഠിച്ച് അതേപോലെ ആയാൽ പോരെ? അല്ല. രമണ മഹർഷിയെ കാണാൻ പോയി, രമണ മഹർഷിയെ പോലെ ആയോ? അല്ല. അതൊരിക്കലും സാധ്യമല്ല. അപ്പം ഞാൻ പറയാൻ വരുന്നത്, ഈ ചട്ടമ്പി സ്വാമികൾ ഈ മൃഗങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെയല്ല മെനഞ്ഞാന്ന് നമ്മുടെ വീട്ടിലൊരു പെറ്റ് ഡോഗുണ്ട്. അപ്പം ഈ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളിതിന് ഡോഗെന്ന് പോലും പറയാൻ പാടില്ല, നമ്മൾ പേരേ പറയാവൂ. അത്രയും അവരതിനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഇതിനെ പട്ടിയെന്നും ഒക്കെ പറയാറുണ്ട്. ആക്ച്വലി ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ. അപ്പം നായെന്ന് പറയാം. അപ്പം ഇതൊക്കെ അപ്പം നമ്മുടെ വീട്ടിലുണ്ട്. അപ്പം അതിൻ്റെ പേര് സിംബ കൃഷ്ണ എന്നാണ്. എൻ്റെ പേര് സിംബ കൃഷ്ണ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ചെവിയിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മളിതിൻ്റെ ചെവിയിൽ മരുന്ന് ഡോക്ടർ എഴുതി തന്നു. പക്ഷെ നമ്മൾ ചെവി പിടിച്ചത് മരുന്ന് ഒഴിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം നമ്മൾ എല്ലാം ഓൺലൈനാണല്ലോ. ഒരു എക്സിബിഷൻ ഒരാളെ കണ്ട്, അപ്പോൾ അവർക്കിങ്ങനെ സ്വിമ്മിങ് പൂളുണ്ട്, ട്രെയിനിങ് ഉണ്ട്, 1 ഏക്കർ സ്ഥലത്ത് വിഴിഞ്ഞത്തൊരു വലിയ സെറ്റപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ നമ്പർ നമ്മുടെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു, അവർ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിതിനെ ബെൽറ്റിലിട്ട്, അപ്പോൾ ഇത് കടിക്കാതിരിക്കാൻ മുഖത്തൊരു സാധനമുണ്ട്, അതിനെയും കൊണ്ടവിടെ ചെന്ന്, അപ്പോൾ ഇത് ആരെ കണ്ടാലും ഇത് കുരയ്ക്കും. ലിഫ്റ്റിലൊക്കെ നമ്മൾ ഇറക്കി ആരെയും കണ്ടാൽ അവിടെ വെച്ച് കുരയ്ക്കും. നമ്മുടെ പിടിയിലൊന്നും നിൽക്കത്തില്ല. ട്രെയിൻഡ് അല്ല ഈ സാധനം. ലാബ് ഡോഗാണ്, വൈറ്റാണ്, പോലീസ് ഡോഗാണ്, ഇൻ്റലിജൻ്റ് ആണ്, ഒക്കെയാണ്. അത് ഇൻ്റലിജൻ്റ് ആണ്, മനുഷ്യനെ പോലെ അത് ഇൻ്റലിജൻ്റ് ആണ്. എപ്പോഴാണ് ഇൻ്റലിജൻ്റ്? നമ്മളതിനെ ട്രെയിൻ ചെയ്യുമ്പോൾ. മനുഷ്യരെ പോലെ തന്നെ നമുക്കൊരു ഡിസിപ്ലിനും ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നാട്ടുകാർക്ക് ഉപദ്രവം എന്ന് പറയുന്ന കണക്ക് ഇതിനെ മര്യാദക്ക് ട്രെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടെന്താ, ഇത് ഉപദ്രവമാണ്. ലിഫ്റ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും കണ്ടാൽ അപ്പോഴേ കുരയ്ക്കും, ബഹളമായി, പ്രശ്നമായി. അപ്പോൾ ഇതിനെ നമ്മൾ വണ്ടിയിൽ കയറ്റി
കൊണ്ടുപോയി. മുഖത്ത് വയ്ക്കുന്ന സാധനം വെച്ചില്ല. അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇതിനെ ഇറക്കിയില്ല. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ ചോദിച്ചു മുഖത്ത് കെട്ടണം. അപ്പോൾ അവർ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പേടിയായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറക്കിയപ്പം പിന്നെ ഞാൻ കണ്ട കാഴ്ച സത്യം പറഞ്ഞാൽ എന്നെ അത് ഞെട്ടിച്ചു. ഇതിനെ ഇറക്കി അങ്ങോട്ട് വന്നപ്പോൾ 2 പേര് വന്നു. അവർ കൂളായിട്ട് ബെൽറ്റ് വാങ്ങിച്ച് ഇതിനെ കൊണ്ടുപോയി. ഇത് അനങ്ങിയതുമില്ല, ഇത് കുരച്ചതുമില്ല, കടിച്ചതുമില്ല. വളരെ ഇതായിട്ട് അവരുടെ കൂടെ പോയി. എങ്ങനെയാണോ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കുട്ടി ടീച്ചറിനെ കണ്ട അടങ്ങി ഒതുങ്ങി ക്ലാസ്സിലിരിക്കുന്നത് പോലെ ഇത് വളരെ ഡിസിപ്ലിനായിട്ട് അവരുടെ പോയി. എന്നെ അത് ഞെട്ടിച്ചു. അപ്പം നമ്മുടെ ഈ ഫീൽഡിലാണല്ലോ എല്ലാം നമ്മൾ അന്വേഷിക്കുകയല്ലേ. അപ്പം ഇവർ ഇതിനെ ചെവിയിൽ ഈ മരുന്ന് ഒഴിക്കാൻ ശ്രമിച്ചപ്പം അപ്പോൾ അതിനു മുമ്പ് ഇതിനെ ക്ലീൻ ചെയ്തു, അതൊക്കെ ചെയ്തു. വളരെ ഹാപ്പി ആയിട്ട് ഇതവിടെ ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ആളുടെ അടുത്ത്. അപ്പോൾ അയാൾക്ക് വലിയ ഫാമുണ്ട്, വലിയ സെറ്റപ്പാണ്. എന്നെ മൊബൈലിൽ കുറേ ഫോട്ടോ ഒക്കെ കാണിച്ചു. ഇപ്പോൾ കേരള ഫയൽസ് എന്ന് പറഞ്ഞൊരു സീരിയൽ ഓടുന്നുണ്ട്. അതിനകത്തൊരു ലാബുണ്ട്. ആ ലാബ് പുള്ളിയുടെയാണ്, അത് ട്രെയിൻഡാണ്. അപ്പം പുള്ളി ആ ഫീൽഡിലുള്ള ആളാണ് ഒരാൾ. മറ്റേത് ഹിന്ദിക്കാരനാണ്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്കിത് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ നിരന്തരം എൻ്റെ ടോക്കിലും പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പട്ടി നമ്മൾ റോഡിലൂടെ പോകുമ്പം കടിക്കുന്നത് ആ പട്ടിയുടെ പ്രശ്നമല്ല. നമ്മുടെ ഉള്ളിലുള്ള വയലൻസ്, നമ്മുടെ പേടി, ഫിയറാണ് അത് നമ്മളെ കൊണ്ട് കടിപ്പിക്കുന്നത്. ഞാൻ നിരന്തരം പറയുമായിരുന്നത്. അപ്പം ഞാനിത് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ നോളജാണ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അത് റിസർച്ച് ഔട്ട്പുട്ടിൽ സയൻറ്റിഫിക്കായിട്ടൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പുള്ളി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ കണ്ണിൽ നോക്കും. ഒരുപക്ഷെ ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ലായിരിക്കും. പുള്ളി എനിക്ക് കാഷ്വലായിട്ട് പറഞ്ഞാണ്. ഇത് ആദ്യം ചെയ്യുന്നത് ഒരാളുടെ കണ്ണിൽ നോക്കും. കണ്ണിൽ നോക്കുമ്പം അവർക്ക് ഫിയറുണ്ടോ പേടിയുണ്ടോ എന്ന് ഇതിന് മനസ്സിലാവും. പേടിയുണ്ടെങ്കിൽ ഇത് കുരയ്ക്കും കടിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആത്മീയതയിൽ എന്താ പറയുന്നത്? ഫിയർ ആൻഡ് ലവ്. നമുക്ക് പേടിയുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഡോഗ് അല്ലെങ്കിൽ ഈ സിംബ കൃഷ്ണ അല്ലെങ്കിൽ നായ എങ്ങനെയാണോ നമ്മളെ കടിക്കുന്നത്, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നമ്മളോട് വയലൻസ് എടുക്കും. നമ്മളിൽ വയലൻസ് എടുക്കും. അതാണ് ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞത്, വയലൻസ് ഇസ് ഇൻസൈഡ് യു. നമ്മുടെ ജീവിതത്തിൽ നിത്യേന നടക്കുന്ന നിസ്സാര കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കെല്ലാം പഠിച്ചെടുക്കാം. ഒരു സ്ഥലത്തും പോകണ്ട. ഇത് പഠിക്കാനായിട്ട് ഇനി അമേരിക്കയിലോ കാനഡയിലോ ഹിമാലയത്തിലോ രമണാശ്രമത്തിലോ എവിടെയും പോകണ്ട. കണ്ണ് തുറക്കൂ, നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം ഈ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട ആ സംഭവമല്ലേ നമുക്ക് ശരിക്കും നമ്മുടെ ഫീൽ എന്താണ്? ഇവർ ഈ മാനിഫെസ്റ്റേഷൻ സീക്രട്ട് എന്നൊക്കെ പറയുന്നതിനകത്ത് എന്താ നമ്മൾ ആകർഷിക്കുന്നത്? നമ്മളൊരു മാഗ്നറ്റാണ്. നമ്മളെന്താ ആ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ മരുന്ന് ഒഴിക്കാൻ കൊണ്ടുപോയ സ്ഥലത്ത് അവർക്കിതറിയാം. നമ്മൾ പഠിച്ചാൽ പോരെ? നമ്മൾ ഈ ഫിയർ മാറ്റിയിട്ട് അവരെങ്ങനെയാണോ ആ ഡോഗിനെ കണ്ടപ്പം ഒരു പേടിയുമില്ല അതിനെ റിസീവ് ചെയ്തത്, അതുപോലെ ലോകത്തെ ഏത് വെട്ടാൻ വരുന്നവനായാണെങ്കിലും കത്തിയായിട്ട് നിൽക്കുന്നവനാണെങ്കിൽ പോലും അവൻ നിലം പറ്റുമെന്നുള്ള എത്ര ഉദാഹരണമുണ്ട്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ലോകം കീഴടക്കിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ് അവസാനം എന്താ സംഭവിച്ചത്? ഈ ഡൽഹിയിലെ തെരുവ് വീതികളിലൂടെ പോയപ്പോൾ അവിടെ ഒരാളെ കണ്ടു, അയാൾ അനങ്ങിയില്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പറഞ്ഞു നിന്നെ കൊല്ലും. പുള്ളി എന്ത് പറഞ്ഞു? എന്നെ കൊല്ലുമോ? എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതാണ്? എൻ്റെ ശരീരത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് തന്നെയല്ലേ രമണ മഹർഷിയും പറഞ്ഞത്, അസുഖം എൻ്റെ ശരീരത്തിന് വരും. ആ അലക്സാണ്ടർ ദ ഗ്രേറ്റിന് ആ റോഡിൽ കിടന്ന ആൾക്ക് ഈ സീക്രട്ട് അറിയാം. എന്തിനെയാണ് ആക്ച്വലി പേടിക്കുന്നത്? മരണത്തിനെയോ അസുഖത്തിനെയോ? ഒരിക്കലും നശിക്കാത്ത കോൺഷ്യസിനെ കുറിച്ചും ബോധത്തിനെക്കുറിച്ചും അറിവിനെക്കുറിച്ചും സംസാരിക്കുമ്പം
അതെവിടെ കിട്ടും? കഠോപനിഷത്ത് എന്ത് പറയുന്നു? മരണത്തിന് ശേഷം എവിടെ പോകും? 500 പേജ് കഴിഞ്ഞ് അവസാനം പറയുകയാണ്, നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നീ ജനിച്ചിട്ടേ ഇല്ല. ഇതിനപ്പുറം എന്ത് പറയാനാണ്? അപ്പം ഞാൻ പറയാൻ വരുന്നത്, ഒരു പുസ്തകവും വേണ്ട, ഒരു പ്രഭാഷണവും വേണ്ട. നമ്മൾ കണ്ണ് തുറന്നാൽ, ചെവി തുറന്നാൽ ഈ കോൺഷ്യസ്നെസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളതാണ്. ഇത് ഒരു എന്താണ് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയിൽ വാക്കുകൊണ്ട് കാര്യമില്ല. മനസാ വാച കർമ്മണ നമുക്ക് പേടിയില്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കി. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ശ്രമിച്ചു നോക്കി. മൃഗങ്ങൾ മാത്രമല്ല, ചെടികൾ പ്രതികരിക്കും. ചെടികൾ പ്രതികരിക്കും. എല്ലാ കായ്ക്കാത്ത ചെടികൾ കായ്ക്കും. അതെത്ര ഉദാഹരണങ്ങൾ നമുക്ക് വീട്ടിൽ ഏതെങ്കിലും ചെടികൾ പൂക്കാത്തതോ കായ്ക്കാത്തതോ ഉണ്ടെങ്കിൽ അതിനോട് ചെന്ന് ഡെയിലി സംസാരിക്കൂ. അത് പൂത്തിരിക്കും, കായ്ച്ചിരിക്കും. ഇത് നമ്മൾ ചെയ്യാതെ പുസ്തകം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മ്യൂസിക് നിങ്ങൾ ചെടിയുടെ അടുത്തുകൊണ്ട് വെച്ച് നോക്ക്. ആ ചെടി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും. ഇതെല്ലാം പ്രൂഡാണ്. ലല്ലു യാദവിൻ്റെ കാലിത്തീറ്റ, അല്ലെങ്കിൽ അവിടെ പശുവിനെ വളർത്തിയിരുന്ന ആ ഫാം യൂട്യൂബിൽ ചെന്ന് നോക്കി. അവിടെ മ്യൂസിക് ഉണ്ട്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമാണ്. ഇതറിയാവുന്നവർ ATM കൗണ്ടറിനകത്ത് മ്യൂസിക് വെച്ചിട്ടുണ്ട്. ലുലു മാളിൽ ചെന്ന കാർ പാർക്കിംഗ് ഏരിയയിൽ മ്യൂസിക്, NLP മ്യൂസിക് ഉണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലെ വയലൻസ് മനസ്സ് കാം ചെയ്യും ഈ മ്യൂസിക് കേൾക്കുമ്പോൾ. എന്തിനാ? അപ്പം നമ്മൾ അതിനകത്ത് കയറി മൈൻഡ് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും, ഷോപ്പിംഗ് ചെയ്യും, എല്ലാം ചെയ്യും. കയ്യിലുള്ള പൈസ എല്ലാം പോയി കിട്ടും. ആര് വിജയിച്ചു? യൂസഫ് മുതലാളി വിജയിച്ചു. ലുലു മാളിൻ്റെ മുതലാളി വിജയിച്ചു. ഇങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഏതാ? മ്യൂസിക് ഉപയോഗിച്ച്. പക്ഷെ ഇതേ മ്യൂസിക് ഉപയോഗിച്ച് നമുക്ക് നല്ലതിലായിക്കൂടെ? നമ്മൾ കേൾക്കുന്ന മ്യൂസിക് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് ഈ റോക്ക് മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ ആളെന്ന് ലോകം റേറ്റ് ചെയ്യുന്ന മൈക്കിൾ ജാക്സനെ എടുത്താൽ മതി. മൈക്കിൾ ജാക്സൺ എവിടെയൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം ആ ദിവസം മെൻ്റൽ അസൈലത്തിൽ ഇൻപേഷ്യൻസ് കൂടുതൽ വന്നിട്ടുണ്ട്. റിസർച്ചാണേ. അപ്പം ഈ ലഹരി യൂസ് ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്യണം. ഞാൻ പറയുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ വിസിറ്റ് ചെയ്യണം. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മ്യൂസിക് ഏതാണെന്ന് അറിയാമോ? അവിടുത്തെ മ്യൂസിക് ഈ പറയുന്ന ഹാർഡ് മ്യൂസിക്കാണ്. സ്പീഡ് മ്യൂസിക്കാണ്. ഇത് നമ്മളെ വേറെ തലത്തിൽ കൊണ്ടുപോകും. ഡ്രഗ്സ് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, സെക്ഷുവലായിട്ട് നമ്മളെ എറോസ് ചെയ്യും. പല എക്സസൈസും ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അത് പല ആചാര്യന്മാരും ഇതവർ ചെയ്തിട്ടുണ്ട്. ഓഷോയുടെ പല മെത്തേഡും ഡാൻസ് ഉണ്ട്. പലതും നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇത് നമ്മളെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു. നമ്മളിത് പഠിക്കാതെ ചെയ്താൽ പലരുടെയും പേർപ്പസിന് അവർ നമ്മളെ യൂസ് ചെയ്യും. അതൊരു പക്ഷേ ലഹരിക്കായിരിക്കാം, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കാം. ഈ ചക്രാസൊക്കെ നമ്മൾ അങ്ങനെ എടുത്ത് ആക്ടിവേറ്റ് ചെയ്യാനുള്ളതല്ല. നമ്മൾ നല്ലവണ്ണം ഒന്ന് എന്താണ് പറയുന്നത്, ഈ തുള്ളൽ കണ്ടിട്ടില്ലേ? ആൾക്കാരുടെ തുള്ളൽ കണ്ടിട്ടില്ലേ അമ്പലങ്ങളിലൊക്കെ? ഇത് തുള്ളിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതിനകത്തൊരു ചക്ര ആക്ടിവേഷൻ ഉണ്ട്. ഈ ഗണപതി അമ്പലത്തിൽ പോകുമ്പോൾ കാര്യം നടക്കുന്നതെന്ന് പറയുന്നത് എന്താണ് സയൻസ്? അവിടെ ചെല്ലുമ്പം നമ്മൾ ഏത്തമിടും. ഈ ഏത്തമിടുന്ന സ്കൂളിലെ മാഷും ചെയ്യും, പോലീസുകാരും ചെയ്യിക്കാറുണ്ട്. എന്താണ് എൻ്റെ സയൻറ്റിഫിക് സൈഡ്? ഇതിൻ്റെ ബേസ് ചക്ര ആക്ടിവേറ്റ് ചെയ്യും. ബേസ് ചക്ര ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് നേർവഴി കാണിക്കുമ്പോൾ ഉദ്ദേശിച്ച കാര്യം നടക്കും. പോലീസ് പറയുന്ന കാര്യം നടക്കും. മാഷ് പറഞ്ഞ കാര്യം നടക്കും. നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഗണപതി ചെയ്തു തരും. ഗണപതിയാണോ ചെയ്തത്? നമ്മളാണോ ചെയ്തത്? നമ്മളല്ലേ ചെയ്തത്? ഇനി ശിവക്ഷേത്രത്തിൽ അവിടെ ചെന്ന് എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു പ്രത്യേക രീതിയിലാണ് വലയം വയ്ക്കുന്നത്. ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഒരു സ്ഥലത്ത് വന്നിട്ട് തിരിഞ്ഞു വരും. ഇതിൻ്റെ സയൻസ് എന്താണ്? ഒരു തവണ ചെയ്താൽ 100 പ്രാണായാമ ചെയ്യുന്നതിന് സമമാണ്. സയൻസാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ചെന്നാൽ കാര്യം നടക്കും. അപ്പം പിന്നെ എന്തായി?
എന്നാൽ പിന്നെ ശിവനാണ് വലുത്, ഗണപതിയാണ് വലുത്, പിന്നെ വിഷ്ണുവാണ് വലുത്. ഇവർ തങ്ങളിൽ തർക്കിക്കുകയാണ്. ആരാണ് ഈ വിഷ്ണു? വിഷ്ണുവിന് എത്ര അവതാരമുണ്ട്? ദശാവതാരം 10. അവതാരം എത്ര ഉണ്ട്? 24. ഇനി ശിവൻ എത്ര അവതാരമുണ്ട്? ശിവനും ഉണ്ട് അവതാരം 18, 20, 24 അവിടെയുണ്ട്. എണ്ണത്തിലല്ല കാര്യം. ഇതിൽ ഓരോന്നും എടുത്തു നോക്കി. ഇവരെല്ലാം ഈ ക്യാരക്ടേഴ്സ് കണക്റ്റഡാണ്. ഇവരെല്ലാം കണക്റ്റഡാണ്. ഇത് നമ്മൾ തിയോസഫിയിൽ പറയുന്ന മാക്രോ ആൻഡ് മൈക്രോ. ഒരു കടലിൽ നമ്മളൊരു തുള്ളി എടുത്തിട്ട് പറയും ഞാൻ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞാൽ, ഒരു ദൈവത്തെയോ ഒരു ജീസസ് ക്രൈസ്റ്റിനോ അള്ളാഹുവിനെ എടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഇതാണ് കടൽ എന്ന് പറഞ്ഞാൽ, അവർ കടലാണെന്ന് തിരിച്ചറിഞ്ഞവരാണ്. നമ്മൾ തിരിച്ചറിയണ്ടേ? അവർ തിരിച്ചറിഞ്ഞാൽ മതി. അവർ പറയുന്നത് എന്താ? ജീസസ് ക്രൈസ്റ്റിന് ഏതാ ഈ ക്രോസുമായിട്ട് പോകുമ്പോൾ പറയാണ് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല എന്ന് പറയണം. ഇവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. നമ്മളോടാണ് പറയുന്നത്. എല്ലാ ദിവസവും നമുക്ക് ചുറ്റിലുള്ളവരെ ചാട്ടവാറിട്ട് അടിക്കുകയല്ലേ. നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ഈ ചാട്ടവാർ ഇപ്പം ആൾക്ക് കേൾക്കുന്നത് വിചാരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ സുഖമായിട്ടിരിക്കുകയല്ലേ, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, ഞാൻ എൻ്റെ കാര്യം നോക്കി പോന്നു. അത് തന്നെ ഏറ്റവും വലിയ വയലൻസ്. എൻ്റെ കാര്യമോ? അതെന്ത് കാര്യം? എൻ്റെ വീട്ടിലെ കാര്യം. ശരി, എന്താ നിങ്ങളുടെ വീട്ടിലെ കാര്യം? ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ശരി, ഇൻകം ഉണ്ട്. ശരി, മക്കളുടെ കാര്യം നോക്കുന്നു. ഇത്രയും ചെയ്താൽ പോരെ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതാണോ ആത്മീയതയിൽ പറഞ്ഞിരിക്കുന്നത്? ഞാനേ ഇല്ല. പിന്നെ നിങ്ങൾ എന്തോ കെട്ടി വെച്ചിരിക്കുന്നു. ആത്മീയതയിൽ ഏറ്റവും കൂടുതൽ ഒക്കെ മലയാളിയെ ഇൻസ്പയർ ചെയ്ത ഗോപാലകൃഷ്ണൻ സാറ്. അങ്ങേര് നടത്താത്ത പ്രഭാഷണമൊന്നുമില്ല. സയൻസും ഇതുമായിട്ട് കണക്ട് ചെയ്തൊക്കെ പ്രഭാഷണം നടത്തി. ഞങ്ങൾക്കൊക്കെ ട്രെയിനിങ് തന്നിട്ടുണ്ട്. കോളേജ് ടീച്ചേഴ്സിന് അക്കാഡമിക് സ്റ്റാഫ് കോളേജിൽ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആൾ അവസാനം പറഞ്ഞ എന്താ? ഈ പൈസയെല്ലാം പിടിച്ചു വെച്ചിരുന്നു. മക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടാന്ന്. അങ്ങനെ പറഞ്ഞെന്താ പറയുക? അവസാനം ഞങ്ങളും ഉപയോഗിച്ചില്ല, അവരും ഉപയോഗിച്ചില്ല. ഇതിനെല്ലാം ഒരു ശാസ്ത്രമുണ്ട്. ഇതൊന്നും അറിവായാലും പൈസയാണെങ്കിലും ഇതടച്ചു വെച്ചാൽ അവിടെ ഇല്ല, ടാപ്പിൽ വെള്ളം തുറന്നാലേ ടാങ്കിൽ നിന്ന് വെള്ളം വരത്തുള്ളൂ എന്ന് പറയുന്നത്. നോളജ് ആണെങ്കിലും പൈസയാണെങ്കിലും കാര്യം എന്തുവാണ് ഈ പൈസ? എനർജി അല്ലേ? എല്ലാം എനർജി അല്ലേ? പൈസയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല. മാനിഫെസ്റ്റേഷനിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയും അതൊരു എനർജിയാണ്, നമ്മളത് ഫീൽ ചെയ്താൽ മതി. ഇതെല്ലാം ഫീലിംഗ് ആണ്. നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ കണ്ണിൽ ഭയമുണ്ടെങ്കിൽ പട്ടി കടിക്കും. നമുക്ക് ഭയമുണ്ടെങ്കിൽ എനർജി വരുമോ? വരും. ഏതാണ്? വയലൻസ് വരും നമ്മളിൽ. അപ്പം ഇത് ആണ് ഇവർ പല രീതിയിൽ പറഞ്ഞു നോക്കുന്നത്. പക്ഷെ നമുക്കിത് പിടികിട്ടുന്നില്ല. ജിത്തു കൃഷ്ണമൂർത്തി വി ആർ ദ വേൾഡ്, ഇയാൾ എന്തോ പറഞ്ഞു? അതിനല്ലേ മറ്റേടത്തും പറഞ്ഞത് രണ്ടായി കണ്ടാൽ ഇണ്ടലുണ്ടാവും. പിന്നെന്താ പറയുന്നത്? വയലൻസ് ഇസ് ഇൻസൈഡ്. അതിനല്ലേ രമണ മഹർഷി പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലുള്ളത് ഹുവാമയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കാവൂ. ഞാൻ പറയുന്നത് ഹുവാമയിലുള്ളതാണ്. രമണ മഹർഷി സർട്ടിഫൈ ചെയ്ത ഓതൻറ്റിക് ഡോക്യുമെൻറ്റ്സേ എടുക്കാവൂ. ഇന്ന് വയറ്റുപഴുപ്പിന് വേണ്ടി പല സ്വാമിമാരും പലതും അടുത്തടിക്കുന്നുണ്ട്. വാസുദേവനെ കുറിച്ച് രമണ മഹർഷി ഇത് പറഞ്ഞു, ഇനി അത് പറഞ്ഞു, ഒക്കെ പറയുന്നുണ്ട്. യോഗാനന്ദ പരമഹംസ വന്നപ്പോൾ 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് രമണ മഹർഷി മറുപടി പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇനി രമണാശ്രമത്തിൽ ചെന്ന് അത് ചെക്ക് ചെയ്ത് നോക്കണം. പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോൾ അതിൽ ചോദിച്ചത് ഇതാണ്. സാക്ഷാൽ വെസ്റ്റും ഈസ്റ്റും ഈ ബുക്കിലെല്ലാം പറയുന്നുണ്ട്. എന്ത് വെസ്റ്റും ഈസ്റ്റും? ആര് പറഞ്ഞാലും സത്യമൊന്നല്ലേ? ഈ വെസ്റ്റിനെ കീഴടക്കിയ ഓട്ടോബയോഗ്രഫി യോഗാനന്ദ പരമഹംസ അമേരിക്ക തൊട്ട് ലോകം കീഴടക്കിയ ആളാണ്. ഇന്നും വേൾഡിലെ നമ്പർ 1 ബുക്കാണ്. ആ വെസ്റ്റിൽ നിന്ന് അങ്ങേര് 1935 നവംബർ 29 ഇവിടെ വന്നു. രമണ മഹർഷിയുടെ അവിടെ വന്നു. എന്തിന്? മഹാത്മാഗാന്ധി വന്നു. എന്തിന്? കാര്യം അവർക്ക് പിടികിട്ടിയില്ല. അവർ ചെയ്ത പലതും ശരിയല്ലാന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അത് അന്വേഷിച്ച് വന്നവരാണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ. ഇല്ല, ഓട്ടോബയോഗ്രഫി യോഗി അത് മതി. അതിൻ്റെ ഓതറിന് തന്നെ അത് പോരാൻ തോന്നിയെന്ന്. ഇല്ല, എനിക്ക് മഹാത്മാഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധിജി തന്നെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇല്ല, എനിക്ക് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവും ഇത് പറയുന്നുണ്ട്. അപ്പം എന്താണ് വിവേകാനന്ദനെ നമുക്ക് ഫോളോ ചെയ്യാം.
ചിക്കാഗോ സ്പീച്ച്. ഞാൻ ചിക്കാഗോ സ്പീച്ച് പഠിച്ചു, ഇംപ്ലിമെൻ്റ് ചെയ്തു. ജാഗ്രത, ഉണരൂ, ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര പ്രഭാഷണം, കയ്യടിയായി, എല്ലാ സെറ്റപ്പ് പോയി. കേൾക്കാൻ എന്തൊരു ഗംഭീരമെന്നറിയോ. ഇത് കേൾക്കാനും പറയാനും ഗംഭീരമാണ്. പക്ഷേ ഇത് പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന കേസ് വരുമ്പോഴാണ് ആൾക്കാർ പറയും ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മൾ ഗൃഹാശ്രമത്തിലാണ്. അത് ശരിയാണ്. വീട്ടിലിരുന്നാൽ പിന്നെ ഈ ദൈവങ്ങളെല്ലാം പിന്നെ കാട്ടിലായിരുന്നു. ഈ ദൈവങ്ങളെല്ലാം എന്തിനാണ് കാണിച്ചു തന്നത്? അങ്ങ് വേദത്തിൽ നിന്ന് ഇറക്കി ഉപനിഷത്ത് കൊണ്ടുവന്നു, അപ്പോഴും പിടികിട്ടിയില്ല. അപ്പം കഥാരൂപത്തിൽ നമ്മൾ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കഥകൾ പറഞ്ഞല്ലേ പഠിപ്പിക്കുന്നത്. ഈ പുരാണങ്ങൾ അങ്ങനെയുള്ള കഥകളാണ്. ആ കഥയിലെ ക്യാരക്ടേഴ്സിനെ അല്ല എടുക്കേണ്ടത്. അതിലെ മോറൽ ലെസൺ എന്താണ് മോറൽ ലെസൺ? അർജുനൻ നന്നായില്ല, കൃഷ്ണൻ്റെ കൊലം മുടിച്ചു, പിന്നെ കൃഷ്ണനെ കേൾക്കണോ? അതല്ല. ഇത് ഉപനിഷത്ത് സാരമാണ്, വേദമാണ്. ഇനി ഇത് ഹിന്ദുക്കളുടെ ആണ്. മുസ്ലിമും ക്രിസ്ത്യനും ഇതെടുക്കണ്ട, അവരുടെ പുസ്തകങ്ങൾ എടുക്കുക. അവിടെയും ഇത് തന്നെ പറയുന്നു. ഇനി ജൂതനാണെങ്കിൽ അതെടുക്കുക, ഇനി ജൈനിസം ആണെങ്കിൽ അതെടുക്കുക. 10 റിലിജനിൽ 10ാമത്തെയാണ് ജൂതന്മാരുടെ ജൂതിസം എന്ന് പറയുന്നത്, ജൂഷ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ 3 കോടിയേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ 278 രാജ്യങ്ങളിലെയും എടുക്കുക എന്ന് പറഞ്ഞാൽ തൽക്കാലം സാധാരണക്കാർക്ക് സാധ്യമല്ല. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ റിലിജനും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെന്തിനാണ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് വലുതെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ബൈബിള് പറഞ്ഞാൽ ഉടനെ പറയും നിങ്ങൾ ക്രിസ്ത്യൻ കൺവേർട്ടാന്ന് പറയും. ഞാൻ എന്തായാലും പറയുന്നത് ഖുർആൻ പറഞ്ഞാൽ പറയും നിങ്ങൾ മുസ്ലിമിൻ്റെ ആളാന്ന് പറയും. ഇനി ജൂതിസം ജൂഷാണ് പറയുന്നതെങ്കിൽ സെനഗോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയും ഞാൻ ബ്ലാക്ക് മാജിക്കിൻ്റെ ആളാന്ന് പറയും. ഇനി തിയോസഫി ആണെന്ന് പറഞ്ഞാൽ ഇലുമിനിറ്റി ആണെന്ന് പറഞ്ഞാൽ പറയും. ഫ്രീ മേസൺ. ഇവർ ലേബിൾ ചെയ്യും എന്നെ. ഇവരെന്ത് ബേസിസിൽ ലേബിൾ ചെയ്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. ഒന്നിലും കൊണ്ട് ഇവർക്ക് എന്നെ കെട്ടാൻ പറ്റത്തില്ല. കാര്യം പ്രഭാഷണം ചെയ്യുന്ന ആളാണോ? ആണ്. പുസ്തകം എഴുതിയ ആളാണോ? ആണ്. ഒക്കൾട്ടിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണോ? ആണ്. ഇനി ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കാരുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടോ? ഉണ്ട്. ഫാമിലി വൈസും കോണ്ടാക്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ എന്നെ എവിടെ റേറ്റ് ചെയ്യും? ഒരു സ്ഥലത്തും റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. അങ്ങനെ ആരെയും നമ്മൾ റേറ്റ് ചെയ്യണ്ട. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് സാധിച്ചോ? ഞാൻ സ്കൂളിൽ പോയി, ഞാൻ സ്കൂളിൽ ഫസ്റ്റായി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഞാൻ SLCക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം ഞാൻ കോളേജ് ഫസ്റ്റാണ്. ഒരു ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ, കോളേജ് ഫസ്റ്റാണ്. അന്ന് 4th ഗ്രൂപ്പിന് ഒരു ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ, കൊല്ലം SN കോളേജിൽ. ഞാൻ BCom പഠിച്ചു, ഫാറ്റിമ കോളേജ്. അതായത് ഇന്ത്യയിൽ തന്നെ ടോപ്പ് 100 വരുന്ന ഫാറ്റിമ മാതാവ്. എനിക്ക് BCom ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് LLBക്ക് പോയി, എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. LLM പോയി, റാങ്ക് ഉണ്ടായിരുന്നു. PhD ചെയ്തു. ഏറ്റവും കൂടുതൽ ഫോറിൻ ജേർണൽസും ഇതും ഞാൻ അത് സർട്ടിഫൈഡ്. എനിക്ക് ആ വർക്കിനെ കുറിച്ച് അതിഗംഭീരമായ സാറ്റിസ്ഫാക്ഷനാണ്. കാര്യം അതിനു മുമ്പ് ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം ഇവർ റെഫറൻസിന് പോലും എന്നെ സമ്മതിച്ചില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി നോട്ട് എഴുതിയെടുക്കണമെന്നാണ് പറഞ്ഞത്. ഇനി പറയുന്ന 10 വർഷം മുമ്പാണ് ഒരു PhD ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് പ്രീവിയസ് റെക്കോർഡ് അവർക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ പെർമിഷൻ ഇല്ല. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആ കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ലോഡ് തീസിസ് എല്ലാം ഞാനൊരു സ്കാനർ വെച്ച് അപ്പോൾ എൻ്റെ അടുത്ത് iPhone 5 ഉണ്ടായിരുന്നു. ആ ഫോണിൽ ഞാൻ സ്കാനർ അതിനകത്ത് ഉണ്ടായിരുന്നു. സ്കാനർ വെച്ച് കംപ്ലീറ്റ് സ്കാൻ ചെയ്തു. എന്നിട്ട് ഞാനൊരു പ്രിൻ്റർ വാങ്ങിച്ചു, HP-യുടെ ഒരു പ്രിൻ്റർ വാങ്ങിച്ചു. അത് വൈഫൈ എനേബിൾഡാണ്. ഇതെല്ലാം ഞാൻ പ്രിൻ്റ് എടുത്തു. കേരള യൂണിവേഴ്സിറ്റിയിലെ ലോയുടെ PhD ഞാൻ പ്രിൻ്റ് എടുത്തു. ഒന്ന് ആലോചിക്കണം എത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി കാണും. ഞാനതെടുത്തു. ഞാൻ ഇന്നും എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടത്. എന്നിട്ട് അത് ഞാൻ കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്തു. എന്താണ് കേരള യൂണിവേഴ്സിറ്റിയിലൊരു PhD എന്താണ്, എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഞാൻ ഒബ്സർവ്. എന്നിട്ട് ഓൺലൈനിൽ കയറി മറ്റ് യൂണിവേഴ്സിറ്റിയിലെ PhD അത് PDF-ൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിൽ ഇടാൻ പറ്റും. അത് അവൈലബിളാണ്. അത് ശോധ് ഗംഗ എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്, ആർക്ക് വേണേലും നോക്കാം. അതിൽ ഞാൻ ഒബ്സർവ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ എൻ്റെ റിസർച്ച് തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ
നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മുമ്പിലുള്ളവർ, എന്നാൽ എൻ്റെ റിസർച്ച് ഔട്ട്പുട്ടും ഈ വർക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഇതിൻ്റെ ഇവാലുവേഷന് 3 സ്ഥലത്ത് പോയി 3 പേരും പലതും വെട്ടി. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് വേണം, ഇവിടുത്തെ ഒരു തീസത്തിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇല്ല. അങ്ങനെ പലതും ഇവർ ചെയ്യിച്ചു. ഇതിവിടെ ഇല്ല എന്ന് അവിടെ പറഞ്ഞാൽ അവർക്ക് പോരാ, അവരുമായിട്ട് തർക്കിച്ചാൽ PhD കിട്ടത്തില്ല. യഥാർത്ഥത്തിൽ അത് വേണോ, ഇവിടെ ആരും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ജീവിതാനുഭവമാണ്. അവിടെ ഇവർ വെട്ടി. അപ്പോഴും എന്താ, അവർ പറയുന്ന ലെവലിൽ വന്നാൽ നമുക്ക് ഉടനെ PhD കിട്ടും. നമ്മൾ അവരുമായിട്ട് തർക്കിച്ചു, അതങ്ങനെ നീണ്ടുപോയി. പിന്നെ ഫുഡ് നോട്ട്, എൻ നോട്ട്, ഇവിടെ ഫുഡ് നോട്ട് പറഞ്ഞാൽ അവിടെ നിന്ന് പറയാണ് അത് ഫുഡ് നോട്ട് വേണ്ട, അല്ല എൻ നോട്ട് വേണ്ട, ഫുഡ് നോട്ട് വേണ്ട. എന്തൊരു വിവരക്കേടാണ്. അത് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ പാസ്സാക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം അല്ല, ഞങ്ങളുടെ ഇവിടെ അത് പറ്റത്തില്ല, തർക്കിച്ചാൽ കിട്ടത്തില്ല. എന്തായി? പിന്നെയും ഇവർ 3-4 വിവരക്കേട് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് അപ്പോഴത്തേക്ക് 10 വർഷമായി. UGC ഫണ്ട് എടുത്ത് FDPയിലാണ് ചെയ്തത്. ഞാൻ ആലോചിച്ച്, ഇവരുമായിട്ട് എന്തിനാണ് തർക്കിക്കുന്നത്, എന്തിനാണ് ഇവരുമായിട്ട് സംസാരിക്കുന്നത്? ഒരു കഥയില്ല. അപ്പം തെറ്റായ ഒരു കാര്യം എന്നെക്കൊണ്ട് ഇവർ ചെയ്യിച്ചു. എനിക്കൊരു മനസ്സും ഇല്ലാതെയാണ് ഞാൻ ചെയ്തത്. അപ്പം നമ്മളെക്കൊണ്ട് ചില കാര്യങ്ങൾ നിർബന്ധപൂർവ്വം ഇവർ ചെയ്യിപ്പിക്കും, അപ്പോൾ അത് നമുക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഇവിടെ ഈ PhDയിൽ സെർച്ച് ഫോർ ട്രൂത്താണ്. ഇവിടുത്തെ ഹൈപ്പോത്തസിസ് എന്താ? ഇവിടുത്തെ ഹൈപ്പോത്തസിസ് അറിവ് നമുക്ക് കിട്ടുമോ കിട്ടത്തില്ലയോ? കിട്ടും. പുറത്തുനിന്ന് കിട്ടുമോ അകത്തുനിന്ന് കിട്ടുമോ? പുറത്തുനിന്ന് കിട്ടിയവരുണ്ട്, അകത്തുനിന്ന് കിട്ടിയവരുമുണ്ട്. സിദ്ധിയുണ്ടോ, ഈസോട്ടിസം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമൽ ടോക്ക് 30 മിനിറ്റ്സിൽ നിൽക്കും. ഇന്നിപ്പം 52 മിനിറ്റ്സായി. ഈ ടോക്കുകളൊന്നും പ്രിപ്പയർ ചെയ്ത് പറയുന്നതല്ല, ആ സമയത്ത് മനസ്സിൽ വരുന്ന കാര്യം പറയുന്നതാണ്. ഇതിൽ തെറ്റുകൾ വരാം. ചിലപ്പം പറയുമ്പം ഇതിനകത്ത് ആർക്കെങ്കിലും ഇതിനകത്ത് കുറ്റം പറയുകയോ ഒന്നുമല്ല. ഇതെല്ലാം നമ്മുടെ ജീവിത അനുഭവമാണെന്നും നമ്മളിത് ഓരോന്നും ഫേസ് ചെയ്ത് പോകേണ്ടതാണ്. നമ്മുടെ കഥയാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ പുസ്തകമാണ് നമ്മൾ തുറക്കേണ്ടത്, വേറൊരാളുടെ പുസ്തകമല്ല വായിക്കേണ്ടത്. നമുക്കിത് ചുറ്റും ഇത് നമ്മളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി മുമ്പോട്ട് പോകണം. ഇത് കേൾക്കുന്നവർ എത്ര പേര് കേൾക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരാളെങ്കിൽ ഒരാൾ കേൾക്കുന്നവർ ഒരു കമൻറ്റ് ചെയ്യുക, ഇതിനകത്ത് തെറ്റുണ്ട്, ഇത് ശരിയല്ല, ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന്. നമ്മൾ ഏതൊരു ക്ലാസ്സിന് പോകുമ്പോൾ ഫീഡ്ബാക്ക് വാങ്ങിക്കും. ഈ ഫീഡ്ബാക്കാണ് നമ്മുടെ ഇൻസ്പിറേഷൻ ആക്ച്വലി. അപ്പോൾ ഓൺലൈനിൽ കമൻറ്റ് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിൽ ഓൾ അടിച്ചാൽ എൻ്റെ ഡെയിലി ടോക്സ് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇത് ഷെയർ ചെയ്യുക. ഇതിൽ താല്പര്യമുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്, വളരെ കുറച്ച് പേരുണ്ട്. അവർക്കും മറ്റുള്ളവർക്കും ഇത് ശരിക്കും പറഞ്ഞാൽ 5 വയസ്സുള്ള കുട്ടി തൊട്ട് കേൾക്കണം. കാര്യം നിസ്സാരം നമ്മൾ കഴിക്കുന്ന ആഹാരം തൊട്ട് നമ്മളെ വഴിതെറ്റിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ലുലു മോളിൽ ചെല്ലുമ്പോൾ ആ പാർക്കിംഗ് ഏരിയയിൽ NLP മ്യൂസിക് ഇടുമ്പോഴാണ് നമ്മൾ മൈക്കിൾ ജാക്സൻ്റെ മ്യൂസിക്കും കേട്ട് പോകുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ, നമ്മുടെ തലമുറയും നശിക്കാൻ അല്ലെങ്കിൽ തെറ്റായ വഴികൾക്ക് പോകാൻ കാരണം നമ്മൾ പാരൻസാണ്, നമ്മൾ ടീച്ചേഴ്സാണ്. നമുക്കറിഞ്ഞൂടാ, നമ്മളെ കണ്ടല്ലേ അവർ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.